അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്നുണ്ടോ ഈ ബോർഡും വലിയ അഴിമതിയുടെ പ്രതീകമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഗ്ലാസിലൂടെ പൊതുജനത്തിന് അവിടെ എന്താ നടക്കുന്നത് എന്ന് കൃത്യമായി കാണാനാവും. എന്നാൽ അത് കാണാതിരിക്കാൻ സാധാരണ പുതിയ ഓർഡർ പ്രകാരം 1 മണിക്ക് ഈ വാതിലുകൾ അടക്കണം. ഈ വാതിലുകൾ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഏജന്റുമാർക്ക് മാത്രമാണ് അകത്തേക്ക് പ്രവേശനമുള്ളത്. ഇവിടെ വരുന്ന സാധാരണക്കാരൻ തിരിഞ്ഞു പോകുമ്പോൾ ഏജന്റുമാർ ആ വാതിലിലൂടെ കയറും. എന്നാൽ അതിന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്ന് കാണാതിരിക്കാൻ ഈ ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച ബോർഡാണിത്. ഈ ബോർഡ് അപ്പുറത്ത് വെക്കാലോ, അല്ലെങ്കിൽ അപ്പുറത്ത് വെക്കാം, അതല്ലെങ്കിൽ അവിടെ വെക്കാം. അവിടെയൊക്കെ വെച്ച ബോർഡ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചതിന്റെ ഉദ്ദേശം ഇവിടെ കർട്ടനോ സംഗതികളോ അല്ല, ഈ ഗ്ലാസിലൂടെ അകത്ത് നടക്കുന്നത് കാണും. അവിടെ നിന്ന് കാണാൻ പാടില്ലാത്ത എന്താണ് നടക്കുന്നത് എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് വ്യക്തമാക്കേണ്ടത്. ഈ ബോർഡ് വെച്ചതിന്റെ ഉദ്ദേശം അത് മാത്രമാണ്. എന്നാൽ ഇതിൽ പറയുന്ന രൂപത്തിൽ ഏതെങ്കിലും സേവനം ഇവിടുത്തെ ഒരു ജനത്തിന് കൊടുത്തു എന്ന് ഈ ഉദ്യോഗസ്ഥർ പറയാൻ തയ്യാറാകുന്നു. ഇവിടെ ദിവസങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈ ദിവസങ്ങളിലൊക്കെ എത്ര തവണ ഇവിടെ ആളുകൾ വന്ന് കണ്ണീരാലെ മടങ്ങിപ്പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് കൃത്യമായി കൈക്കൂലി നൽകുന്നതിന് മാത്രം ആദ്യം കയ്യിലൂടെയായിരുന്നു കൈക്കൂലി കൊടുക്കുന്നത്. അപ്പൊ വിജിലൻസ് വന്ന് പരിശോധിക്കുമ്പോ കൈക്കല് പിടിക്കും. അത് കണ്ടിട്ടിപ്പോ ഡിജിറ്റൽ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങണം. ഇവിടെ ഒരു സൂപ്രണ്ട് ഉണ്ട്, ഷാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഏകദേശം 2006